സാറാ ഇവിടെ കുട്ടികൾ പന്തളിച്ചിട്ടുണ്ടല്ലേ. പെണ്ണുങ്ങളേരൊക്കെ ഒപ്പം കൂടി കൊടുത്താൽ മതി. അപ്പൊ പിന്നെ ഓൽക്കും സന്തോഷമായിക്കോളും. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഒച്ചടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കാര്യമൊക്കെ ഉണ്ടാ. എന്നാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ വീഡിയോ തുടങ്ങുന്നത് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പം ഇന്ന് ചെറുതായിട്ടൊരു സ്പെഷ്യലൊക്കെ ഉണ്ട്, വലിയൊരു സ്പെഷ്യലൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ നമുക്ക് ആദ്യം അരിയൊക്കെ ഒന്ന് തീമിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു പുതിയൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അഗാരോൻ്റെ ഇലക്ട്രിക് ചോപ്പർ. ഇതിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തതൊക്കെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നട്ട്സൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ സവോളയും തക്കാളിയും ഒക്കെ പറ്റും. ഇത് ഒരു ചെറിയ ചോപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹെഡ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് നല്ലൊരു കനുള്ള ഭാഗം. ഇതിൻ്റെ ഉള്ളിലാണ് ഇലക്ട്രിക്കിൻ്റെ സംഭവവാദികളൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഇത് ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ചാർജ് ചെയ്യുന്ന സോക്കറ്റൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അത് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലിഡും കൂടി ഉണ്ട് കേട്ടോ. കാരണം മറ്റേ ആ ഒരു ലിഡിൻ്റെ നമുക്ക് ആവാണ്ടിരിക്കാൻ ഒന്നും വേസ്റ്റൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇരുതല മൂർച്ചയുള്ള വാൾ എന്ന് പറഞ്ഞ പോലെ 3 തല മൂർച്ചയുള്ള അടിപൊളി വാളും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് അതിൻ്റെ കപ്പ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറുതാണ് ചോപ്പർ. പക്ഷേ നമുക്ക് അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നട്ട്സൊക്കെ ക്രഷ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ സ്വിച്ച് കേട്ടോ. അപ്പോൾ തൽക്കാലികം ചോപ്പർ അവിടെ ഇരിക്കട്ടെ കേട്ടോ. അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ ഇട്ട് ക്രഷ് ചെയ്യണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെളുത്തുള്ളി ഇഞ്ചി തപ്പിയപ്പോഴാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൂത്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കളയണം. പിന്നെ സവാളയും തക്കാളി പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെയാണ് ഞാൻ ഇതിലിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, സവാളയൊക്കെ ഇതിൽ ചോപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും പറ്റൂല. കാരണം ചെറിയൊരു ഇതായതുകൊണ്ട് കുറച്ചിട്ട് നമ്മൾ ഇതാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നിയ അതിലാറല് നമുക്ക് കട്ടിങ് ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്യണം സവാളയും കാര്യങ്ങളൊക്കെ കേട്ടോ. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നട്ട്സൊക്കെ നമുക്ക് പെട്ടെന്ന് ക്രഷ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ അത്യാവശ്യത്തിനൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സവോള ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ഈ പവർ ബട്ടൺ അങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ അടിച്ചെടുക്കാം. നല്ലോണം അറിയണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സമയം ഒന്ന് ഇങ്ങനെ കൈ വെച്ച് അമർത്തി കൊടുത്താൽ മതി. ഇങ്ങനെ കിട്ടും. പിന്നെ ഈ ഹെഡിൻ്റെ അയിമക്കൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു അടപ്പം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളെ സവോള നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിക്കണം കേട്ടോ. ഞാൻ സവോള അതേപോലെ തന്നെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തപ്പോൾ പിന്നെ അജുവിനൊരാഗ്രഹം അജുവിന് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ പിന്നെ ഓനാണ് കേട്ടോ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ചാറായതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റി ഇട്ട് കണ്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ നെക്കി കൊടുത്താൽ അതിങ്ങനെ അരിഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ റീചാർജബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് മറ്റേ ചോപ്പറിൻ്റെ മാതിരി വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന കേബിൾ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റീചാർജ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് അഗാരോൻ്റെ ആണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് ചാർജ് കുത്തിയേക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഹെഡ് വെള്ളം നനയ്ക്കരുത്. കാരണം വെള്ളം നനച്ചാൽ ഇതിൻ്റെ എല്ലാ കാര്യം പോകും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുഞ്ഞുട്ടി പറഞ്ഞ പോലെ നീട്ടി ഇങ്ങോട്ട് എറിയാനേ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇത് വെള്ളം നനക്കാൻ പറ്റൂല. കാരണം ഇതിൻ്റെ ഉള്ളിലാണ് ഇലക്ട്രിക്കിൻ്റെ സകല സംഗതികളും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പുമൊക്കെ ഒന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ വേറൊരു സെപ്പറേറ്റ് അടുപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ അടുപ്പും ബ്ലേഡൊക്കെ നമുക്ക് ഇതേപോലെ കഴുകിയെടുക്കാൻ പറ്റും. ബ്ലേഡ് കഴുകുമ്പോൾ സൂക്ഷിച്ച് കഴുകിയിട്ടില്ലെങ്കിൽ കൈ ഒരു 3-4 പീസാവും. അത്രയ്ക്ക് മൂർച്ച കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്ലേഡിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ ഈ അരിഞ്ഞു കൂട്ടിയ സാധനങ്ങളൊക്കെ അല്ലേ, അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അല്ലാതെ വെറുതെ അപ്പം അങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിട്ടില്ലേനോ മീൻ
ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവാനായ മീനുകളില്ലേനോ. അപ്പൊ അതിൽ ഈ വലിയ മീനിനെ ഞാൻ ഇന്നലെ എടുത്ത് പൊരിച്ചിട്ടുണ്ടേനു. മറ്റേ ഈ രണ്ടാൾക്കാരെ ഞാൻ മസാല പറ്റി ഫ്രിഡ്ജിക്ക് വെച്ചതേനി കേട്ടോ. അപ്പോൾ ഇന്നാണ് നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അത് നമുക്ക് ഈ ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ചെറിയ ഫ്രൈ അല്ല, ഫ്രൈ പാനിൽ ഇടാത്തത് എന്താ വെച്ചാൽ ചിലപ്പോൾ 2 മീനും കൂടി ചിലപ്പോൾ അതിൽ പോകില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയത് എടുത്തത് കേട്ടോ. മീനൊക്കെ വേവിക്കാനിട്ടപ്പോഴാണ് ഇവിടുന്ന് ഇങ്ങനെ നല്ല പന്തുകളിന്റെ സൗണ്ട് മുള്ളിയൊക്കെ കേട്ടത്. അപ്പൊ ഞാൻ ഇവിടുന്ന് വന്നു നോക്കിയതാണ്. പനിച്ചിട്ട് ജീവല്ല എൻ്റെ കുട്ടിക്കേ തട്ടാനേ അല്ലേ. എന്നാലും ഇല്ലാത്ത ഉസാറൊക്കെ ഉണ്ടാക്കി കളിച്ചാണ്. 2 മീൻ പൊതിയാണ്ട് വൃത്തിയില്ല. വാഴയൊക്കെ വളർന്ന് ഇന്നെക്കാൾ ഉയരത്തിലായതുകൊണ്ട് ഒരു വാഴൻ്റെ വെട്ടാൻ യാതൊരുവിധ മാർഗമല്ല കേട്ടോ. നോക്കി നിൽക്കല്ലാതെ ഒരു കോലമല്ലേ ഇനി. അതിൽ പിന്നെ കുഞ്ഞുട്ടിനെ സോപ്പിട്ട് വിളിച്ചുകൊണ്ട് നിൽക്കണേ ഒരു വാഴൻ്റെ വെട്ടി തരും മനസ്സിലാൻ നമുക്ക് മീൻ പൊള്ളിക്കാനെന്നും പറഞ്ഞ് മൂപ്പൻ എന്ത് ചെയ്തു, ആ ചെറിയ വാഴൻ്റെ തൂമ്പ് പോയി വെട്ടായി. ഇതിപ്പോൾ വെട്ടാനാണെങ്കിൽ തെച്ചു വയ്ക്കും. ഇനി ഞാൻ വലിയ വാഴമൊന്നും എടുത്തുതരാൻ ഇനി പറഞ്ഞത്. അപ്പം എന്തായാലും പുറത്തിറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളെ വലിയ ചേമ്പ്. ആ ചേമ്പ് അവിടുന്ന് പറിച്ച് കളയാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇടയ്ക്ക് ചേമ്പ് തണ്ടൊക്കെ ഇട്ട് കറി വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനത് ഇങ്ങനെ പറിച്ചിട്ടിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ചേമ്പും തണ്ട് പറിച്ചെടുക്കണം. ഇന്നിപ്പോൾ നാടൻ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഒരു സംഗതി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് 2 ചേമ്പും തണ്ട് അത് മതി. പിന്നെ അതിക്ക് പപ്പായ വേണം. പക്ഷേ ഞാൻ ഈ പപ്പായ പറിക്കണില്ല കേട്ടോ. ഇതൊക്കെ ചെറുതാണേ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ വലിയതായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത്തിരി കുഞ്ഞന്മാരാണ് കേട്ടോ, ആയിട്ടില്ല. ഒരു വലിയതായിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പറിക്കാം കേട്ടോ. അപ്പോൾ പപ്പായ തൽക്കാലികം ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇവിടെ കുറച്ച് കാന്താരി ഉണ്ടേനി, അപ്പോൾ അതും പറിച്ചണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ പോണത് പടുകൂട്ടാനാണ്. ഈ നാടൻ വിഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൂട്ടാൻ. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ടാലും മതി. പക്ഷേ കാന്താരി ഉണ്ടപ്പോൾ കാന്താരിയാണ് ഒന്നുകൂടെയൊക്കെ ടേസ്റ്റ്. അപ്പം ഞാൻ കുറച്ച് കാന്താരിയും പറിക്കട്ടെ കേട്ടോ. അങ്ങനെ അതൊക്കെ പറിച്ച് പോന്നപ്പോഴാണ് ഞാൻ ആരേട്ടാ എന്നും പറഞ്ഞ് കറിവേപ്പില അവിടെ ഇങ്ങനെ നോക്കി നിൽക്കണുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇജും പോര്, ഇജായിട്ട് എന്തിനാ കുറക്കണേ. അങ്ങനെ ഒരു കറിവേപ്പിൻ്റെ തണ്ടും നുള്ളി ഞാനിതാ അകത്ത് കയറിക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻ വളരെയധികം വെന്ത് പോയിട്ടുണ്ടേനി കേട്ടോ. അപ്പം എത്ര അങ്ങോട്ട് വേവേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് പൊള്ളിച്ചെടുക്കാനുള്ളതല്ലേ. ഞാൻ അതിലൊക്കെ ഇങ്ങനെ പോയിക്കണ്ടേ ഹണ്ടിങ്ങൊക്കെ നടത്തി വന്നപ്പോഴേക്കും ഇവിടെ അത് വെച്ച കാര്യമൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടേനു. മറവിൻ്റെ സ്കിത പിന്നെ നമുക്ക് പണ്ടേ ഉണ്ടല്ലോ. ഇവിടെ കുട്ടികൾ പന്തളിച്ചിട്ടുണ്ടല്ലേ. കുട്ടികൾ പന്തളിച്ചിട്ട് നോക്കുക. കുട്ടികൾ പന്തളിച്ചിട്ടുണ്ടോ? എന്തേ ഞാൻ ചോദിച്ചില്ലല്ലോ മറാൻ. എപ്പോഴെങ്കിലൊക്കെ അത് പെണ്ണുങ്ങളൊക്കെ ഒപ്പം കൂടി കൊടുത്താൽ മതി. അപ്പൊ പിന്നെ ഓൽക്കും സന്തോഷമായിക്കോളും. അപ്പം നമ്മളെ മീന് 2 വശം വന്നിട്ട് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതിൽ തന്നെയാണ് ഞാൻ പൊള്ളിക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ അതിന് വേറൊരു പാത്രം അങ്ങനെയൊന്നും നിരത്തലില്ല. ഈ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാണ് കേട്ടോ. പക്ഷെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്നിച്ചായിട്ടുണ്ടേനി കേട്ടോ അജു ക്രഷ് ചെയ്തെടുത്തപ്പോൾ. അപ്പം ഞാനതൊക്കെ ഒന്നിച്ചാണ് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിക്കണം കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ കാക്കാക്ക് ഇവിടെ നല്ല പണിയാണ് കേട്ടോ. ഈ കാക്കണ്ടല്ലോ ആദ്യം ഇങ്ങനത്തെ പണിക്കൊന്നും കൂടി തരാത്ത ആളാണ് കേട്ടോ. പക്ഷേ ഇപ്പൊ ഇനിയിപ്പോൾ ക്യാമറയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കൂടിത്തരാണതാണാവട്ടോ. എന്നെങ്കിലല്ലേ നിങ്ങൾ കമന്റിൽ എൻ്റെ മാപ്പിള എന്ത് നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അത് വിചാരിച്ചിട്ടാണാവോ കേട്ടോ.
ഞാനത് തമാശ രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ മിക്കവാറും കുഞ്ഞുട്ടിക്ക് ലീവുള്ള ദിവസം എനിക്ക് വീഡിയോ ഷൂട്ടിങ്ങിലെ ദിവസേക്കാരം കേട്ടോ. അപ്പം അന്ന് ഒരു മിനിറ്റ് ഒഴിവ് ഉണ്ടാവില്ല കേട്ടോ എനിക്ക്. ചിലപ്പോൾ 3 മണി 4 മണിയൊക്കെ ആവും എൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചില ദിവസങ്ങളിൽ ലീവ് ഉണ്ടാകുമ്പോൾ ആൾ കണ്ടറിഞ്ഞെടുത്ത് തരുന്നതാണ് കേട്ടോ. ഞാൻ നിർബന്ധിച്ചിട്ട് പറയുന്നതും ഒന്നുമല്ല. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മസാലയൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതിലേക്ക് തക്കാളി ചേർത്തു, മുളകും മഞ്ഞളും പിന്നെ പെരുംജീരകമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മളെ മസാല സെറ്റാക്കി എടുത്തിക്കണേ. അപ്പം ഇനി വായൻ്റെലും കൂടി ഒന്ന് വാട്ടിയെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇത് പൊതികെട്ടാട്ടോ. അപ്പം ഞാൻ ഇളം വായലയിൽ കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് ഒന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളൂ ഇനി ആ വായൻ്റെ ഇല. അതിനെയാണ് പോയിട്ട് ആൾ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഇനി മസാലയൊക്കെ ഒന്ന് തേച്ച് നമുക്ക് അതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം തീരെ കട്ടില്ല കേട്ടോ. അപ്പം അത് അതാണ് ഞാൻ രണ്ടെണ്ണാക്കിയാണ് മുറിച്ചത് കേട്ടോ. അങ്ങനെ വന്നപ്പോഴാണ് ഇത് നമുക്ക് മടക്കിയെടുക്കാൻ പറ്റണുണ്ടായില്ല കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ വെല്ലെ ഇങ്ങോട്ട് തിരിച്ചണം, ഓപ്ഷൻ ബി ആക്കി എടുക്കണം. അപ്പം ഞാൻ അത് ഇങ്ങനെ ഒന്ന് തിരിച്ച് പിന്നെ ഞാൻ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങോട്ട് മടക്കിയെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അത് മടക്കി വന്നപ്പോഴാണ് അത് കെട്ടാനില്ല കയറ് സെറ്റപ്പ് ആക്കിയിട്ടില്ല എന്ന് മനസ്സിലായത്. എന്തായാലും താൽക്കാലികം അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. മറ്റേയും കൂടി സെറ്റാക്കിയിട്ട് നമുക്ക് ഒന്നിച്ച് കെട്ടാം. അപ്പം ഇനി ഇതിലും ഞാൻ അതേപോലെ മസാല തേച്ച് കൊടുക്കാം. മസാല കുറച്ച് അധികം ഇനി കേട്ടോ. അതുകൊണ്ട് ഞാൻ ആകെ വാരി പൊത്തിയിട്ടുണ്ട്. ഇനി ഇത്രയും മസാല ഒന്നും വേണ്ടില്ല ഇനിന്ന് പിന്നെ എനിക്ക് തോന്നിട്ടോ. അപ്പം എൻ്റെ ഒരു നിഗമനം ചിലപ്പോൾ അജു ഒറ്റ ഇപ്പൊ കൂടുതൽ സവാള എടുത്ത് ഇതാക്കിനാവട്ടോ. അത് ചോപ്പ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടേ. അപ്പം നമുക്ക് രണ്ടാമത്തതും കൂടി സെറ്റാക്കി ഇത് കെട്ടാനുള്ള സമയമായപ്പോഴത്തേന് അജു എവിടുന്നോ ഇങ്ങോട്ട് പാഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതിൽ പിന്നെ ഓൻ കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ഒന്ന് ഓനും കെട്ടി, ഒന്ന് ഞാനും കെട്ടി. ഓൻ കെട്ടിയതാണ് ഭയങ്കര വരിച്ച് മുറുക്കി ഇങ്ങോട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ ഓനെ. പിന്നെ നമ്മളെ ആ ഒരു പാത്രം ഞാൻ വെല്ലൊന്ന് ചുവറ്റിയെടുത്തു. അതിൽ തന്നെ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഞാനിതാ നമ്മളെ ഇത് അതിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ പൊള്ളിച്ചെടുക്കുന്ന പരിപാടിയെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ കേട്ടോ പയറ്റില്. കാരണം ഇത് കുറച്ച് നേരമുള്ള പണിയാണ്. വീഡിയോ കൂടി ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അരമണിക്കൂറിനോട് തീർക്കേണ്ടത് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്താവും. അപ്പം എന്തായാലും അതവിടെ പൊള്ളിച്ചാനിട്ടിട്ട് നമുക്ക് പടുകൂട്ടാൻ ഉണ്ടാക്കണമല്ലോ. അതിനാണ് ഞാൻ ഈ പോയിങ്ങാണ്ട് തൊടുന്നുള്ളതൊക്കെ പറിച്ചുകൊണ്ടത്. ഞാൻ പറഞ്ഞില്ലേ പപ്പായ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേനു. അതിന് പിന്നെ കുഞ്ഞുട്ടി അപ്പുറത്തുനിന്ന് പോയിങ്ങാണ്ട് കുത്തി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം ഇനി നമുക്ക് ഇതാ ഈ നാടൻ വിഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കണം. എൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മൾ മീനൊന്ന് പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുടിയിൽ നിന്ന് കൊണ്ടുവന്ന കാച്ചിലും പിന്നെ ഇപ്പം എന്ത് ചെയ്യും അന്ന് കുടിയിൽ നിന്ന് കൊണ്ടുവന്ന കപ്പൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പാടെ കൂട്ടിയിട്ടിട്ട് അങ്ങനെ ഒരു നാടൻ കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ കൂട്ടാൻ പ്രാബല്യത്തിലധികം ഇല്ലെങ്കിലും പണ്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൂട്ടാൻ ആണ് കേട്ടോ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അതിനൊന്ന് കാരണം ഇതൊക്കെ തൊടുകൂടൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ചേമ്പുന്നുണ്ട്, ചേമ്പ്, പിന്നെ പപ്പായ, പിന്നെ ഇപ്പം എന്താ മരച്ചീനി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. ഇന്നിപ്പോൾ കാച്ചിലുണ്ടേനു, പിന്നെ കുടിയിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ ഉണ്ടേനു, പിന്നെ നമ്മളെ ചേമ്പുന്നുണ്ടും, പിന്നെ ഇപ്പം എന്തേനു പപ്പായ പറഞ്ഞില്ലേ പറഞ്ഞോ അതൊക്കെ പാടിട്ടിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം മറ്റോലൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ചേമ്പുന്നണ്ടിനെ ഇട്ട് കുത്തി നിറച്ച് ഉസാറാക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞാനേക്ക് കാന്താരിയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാന്താരി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മഞ്ഞപ്പൊടി ഇടുക, ഉപ്പിടുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ ചേമ്പുന്നണ്ട് അടിയിലിടാൻ മറന്നു. അടിയിൽ ഇട്ടിക്കണമെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കലില്ല. കാരണം ചേമ്പുന്നണ്ടിൻ്റെ കുറച്ച് സമയമാകുമ്പോൾ വെള്ളമാകും. ഇനി നമ്മളെ കുക്കർ ടൈറ്റ് ആക്കി അടക്കണിട്ട് പേടിച്ചാണ് കേട്ടോ. ചേമ്പുന്നണ്ട് ഒന്നൊന്ന് ആവി കയറുമ്പോൾ തന്നെ ചേമ്പുന്നണ്ട് പറ്റി ചുരുങ്ങും. അങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മൾ കുത്തി നിറച്ചത് പകുതിയിലും അധികം കുറഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഇനി അതൊന്ന് കുത്തി ഉടച്ച് ഞാനൊന്ന് ഒന്ന് കടുകിട്ട് എടുത്തിട്ടുള്ളൂ ഇനി കേട്ടോ. അപ്പം ചോറ് തിന്നാലോ നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മളെ പടു കൂട്ടാനും പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു തട്ടിക്കൂട്ട് മോരുകറി, ഞാൻ എപ്പോഴും ഉണ്ടാക്കേണ്ട ഒരു സിമ്പിൾ മോരുകറി ഉണ്ടല്ലോ തൈര് വെച്ചിട്ട്, അത് വെച്ചിട്ടില്ല ആ മോരുകറി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മീനൊന്ന് തുറന്നു നോക്കണ്ടേ, ഞാൻ വെള്ളന്ന് വാങ്ങിച്ചിട്ടുള്ളതിന് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് മീനൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. പിന്നെ ഈ മീൻ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. കാരണം കരിമീൻ ഒക്കെയാണ് ഇങ്ങനെ പൊള്ളിക്കാനൊക്കെ നല്ല ടേസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഇത് കരിമീനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കുഞ്ഞുട്ടി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, എന്താ ഇനിയിപ്പോൾ പേര് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം അങ്ങനെ എന്തോ ഒരു മീനാണ്. പക്ഷേ ഇത് നല്ല രസമുണ്ടായിന് കേട്ടോ. അത് കഴിച്ചപ്പോൾ മീനൊക്കെ നല്ല
അടിപൊളിയിനി. പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർക്കാം. ഞാൻ സമയപരിമിതി മൂലം അതൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിശപ്പിൻ്റെ പരിമിതി മൂലം വേഗം ഫുഡും കഴിക്കട്ടെ കേട്ടോ. അപ്പം ശരി, അസ്സലാമു അലൈക്കും, ബൈ ബൈ. മീൻ കൂട്ടി തിന്നല്. സാറാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. രസമുണ്ടോ? നോക്ക് എച്ചണ്ടാ. ഓ പൊളി. പൊള്ളിയാണ് കുഞ്ഞേ.